ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റൈസാണ്, കപ്സയാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ ഉള്ളൂ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം അരി വെള്ളത്തിൽ കുതിർത്തി വെക്കുക. 1 മണിക്കൂർ നേരം നമ്മൾ കുതിർത്ത് വെക്കണം. ഇന്ത്യൻ ഗേറ്റിൻ്റെ ഗോൾഡൻ റൈസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കന്, അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്ത് 1 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ രീതിയിൽ കപ്സ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ആദ്യം കപ്സ് ഇഷ്ടമുണ്ടായിരുന്നില്ല, വേറൊക്കെ രീതിയിൽ വെച്ചത്. പക്ഷേ ഈ രീതിയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതിയത്. എന്നിട്ട് ഇതേ മസാലകൾ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാലകൾ വരുന്ന രീതി നന്നായിട്ട് വേണം തിരുമ്മിയെടുക്കാൻ. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ വെറുതെ പറയണതല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇനി ഒരു പാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സവാള, മീഡിയം സൈസുള്ള 1 സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 1 കിലോ അരിയാണ്, അപ്പോൾ അതിലേക്ക് 1 സവാള മതി. അങ്ങനെ സവാള നന്നായി വഴന്ന് വരട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ വരും, അവിടെയും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഇട്ടേക്കണം. തുടർന്ന് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും എനിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ സവാളയ്ക്ക് അങ്ങനെ വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ നല്ലോണം പേസ്റ്റ് രൂപത്തിൽ എടുത്തിട്ടില്ല, നന്നായി ഒന്ന് ചതഞ്ഞ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെയൊക്കെ പച്ചച്ചുവം, ഇഞ്ചിടി അതുപോലെ വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം. നന്നായി ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം പച്ചച്ചുവയൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2-3 തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. തക്കാളി നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. ഞാൻ ഇവിടെ ഒരു 3 തക്കാളിയുടെ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. നമ്മുടെ ഈ റൈസ് വാങ്ങുമ്പോൾ ആ പാക്കറ്റിലുണ്ടാവും ഒരു ടൊമാറ്റോയുടെ ഒരു പേസ്റ്റ്, അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ആ തക്കാളിത്തേക്ക് വെള്ളം നന്നായിട്ട് ഒന്ന് വറ്റിയിട്ട് ഒരു തിക്കായിട്ട് വരുന്ന ഒരു പരിവം വരെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ഡ്രൈ ലെമൺ ഉണ്ടാകുമല്ലോ, ഉണക്ക നാരങ്ങ, അതിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു പാക്കറ്റിലുള്ളത് കപ്സയുടെ മസാലയാണ്. ഇത് നമുക്ക് ആ പാക്കറ്റിൽ ആ കിറ്റിൽ കിട്ടുന്നതാണ്. അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്, ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇട്ട മസാല ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എൻ്റേത് കുറച്ച് ഓവറായിട്ട് തിക്കായി, ഇത്ര തന്നെ തിക്കാകണമെന്നില്ല. അങ്ങനെ ഓവറായിട്ട് തിക്കാകുമ്പോൾ ഒരല്പം ചൂടുവെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് പച്ചമല്ലി ഉണ്ടല്ലോ, ഒരു കുറച്ച് പച്ചമല്ലി, ഒരു 10-20-25 അങ്ങനെ പീസ് പച്ചമല്ലി, അതുപോലെ ഒരു 5-8 പീസ് ഏലക്കായ്, ഒരു 2-3 കഷ്ണം പട്ട, പിന്നെ അതുപോലെ ഒരു ലേശം ഒരു 5-6 കഷ്ണമൊക്കെ ഗ്രാമ്പു, ഇതൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുരുമുളക്, ഒരു 10-20 പീസ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം. അത് ഞാൻ പറയാൻ മറന്നു പോയതാണ്. എന്നിട്ട് ഇതൊരു കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ കുക്കറിലാണ് ഈ റൈസ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ആ പാനിലേക്ക് തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് നമുക്ക് ഇതിലേക്കുള്ള ചിക്കനില്ലേ, അത് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടാണ് അങ്ങനെ വെക്കുന്നത്. കുറച്ച് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് അത് ഈ റൈസിലേക്ക് ഇട്ട് കൊടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ്. മറ്റേത് അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പ് കൊടുക്കാനുള്ള ഒരു രീതിയിലായിരിക്കും. ഇതാകുമ്പോൾ ചിക്കൻ നല്ലൊരു സ്വാദാണ് കഴിക്കാൻ. അല്ലാത്ത രീതിയിൽ വെക്കുമ്പോൾ നമുക്ക് ചിക്കൻ ഒരു പുഴുങ്ങിയ രൂപത്തിലൊരു പൂളൊക്കെ കഴിക്കണ പോലെ ഒരു പുഴുങ്ങിയ രീതിയിലായിരിക്കും. മസാല ഒന്നും പിടിക്കാതെ ഒരു കൊള്ളൂല. അതുകൊണ്ടാണ് ഈ രീതിയിൽ വെക്കുന്നത്.
അതുപോലെ നമ്മൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ ഫുള്ളായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യണ്ട, ഒരു ഹാഫ് വേവ് അങ്ങനെ മതി. അതായത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് മസാല ചിക്കനിൽ പിടിക്കും വേണം, അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹാഫ് വേവ് ആക്കിയിട്ട് നമുക്ക് ചിക്കന് എടുക്കാം. ചിക്കൻ്റെ ഒരു വശം ഹാഫ് വേവായി എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ മറുഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടി ഒന്ന് ഹാഫ് വേവാക്കാം. അപ്പോൾ ചിക്കനൊന്നും ഉടഞ്ഞ് പോവില്ല. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കന് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല ഇട്ട് കൊടുത്തല്ലോ കുക്കറിലേക്ക്, ആ കുക്കറിലേക്ക് ഈ ചിക്കനും പാടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഈ മസാലയും ചിക്കനും പാടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1.5 ലിറ്റർ വെള്ളമാണ് ആവശ്യം. അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ അളവ് തെറ്റിനതിന് വേണ്ടിയിട്ട് 1.5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു, അതിൽ കറക്റ്റ് വെള്ളം അളന്നെടുത്തിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിരിക്കും. വെള്ളം അധികമോ അല്ലെങ്കിൽ കുറവോ ഒന്നുമില്ല, റൈസൊക്കെ പാകത്തിന് നന്നായി വേവായി വന്നിട്ടുണ്ടാകും. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വെള്ളം ഇളക്കി എല്ലാതും യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിൽ മാഗി ക്യൂബ് ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം. നമ്മൾ അതുപോലെ ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്തതിലും ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അളവിനനുസരിച്ചിട്ട് പാകത്തിന് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അധികമായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കബ്സ റൈസിൽ ഉപ്പ് കയ്പ്പാകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് മൂടി വെക്കുക, വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തിളക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നാരങ്ങയുടെ കുരു കളഞ്ഞത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റൈസ് കുഴഞ്ഞ് വരില്ല, അതിന് വേണ്ടിയിട്ടാണിത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ ഉപ്പില്ലേ എന്നുള്ളത് നോക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മളെ ഇത് മസാല വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ, അതതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അരിയൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കുക്കറൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. ഈ സമയത്ത് ബട്ടർ ഇട്ട് കൊടുക്കണില്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ വേണമെങ്കിൽ നമുക്കതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അവിടെ ചെയ്യാതെ ഞാൻ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു വിസിൽ വരെയാണ് നമ്മളിത് വേവിക്കേണ്ടത്. ഒരു വിസിൽ വന്നാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം നമ്മളതൊന്ന് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ആവിയൊക്കെ പോണ സമയത്ത് മൂടി തുറന്ന് നോക്കിയാൽ നമ്മുടെ റൈസ് നന്നായി വെന്തിട്ടുണ്ട്, പാകത്തിന് വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു നമുക്കൊരു സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. നല്ല സ്മെല്ലാട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലാണ്. നല്ല കൊതിയാകും ഈ സ്മെല്ല് നമുക്കിങ്ങനെ മണക്കുന്ന ടൈമിൽ. നല്ല മൂക്കിലേക്ക് ഇങ്ങനെ നല്ല സ്മെല്ലിങ്ങനെ വരികയാണ്. അപ്പോൾ ചിക്കനൊന്നും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല, അതുപോലെ നല്ല വേവായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ആ ഫ്രൈ ചെയ്ത ആ മസാലയും റൈസും ഒക്കെ പറയുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എന്ത് തന്നെയാണ് നിങ്ങളെ കമൻറ്റ് വെച്ചെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.